ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചുവെന്ന് പാകിസ്ഥാന്റെ സ്ഥിരീകരണം. വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതോടെ വെടിനിർത്തൽ ആവശ്യപ്പെടേണ്ടി വന്നുവെന്ന് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ സുപ്രധാന വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നുവെന്നാണ് ഇസ്ഹാഖ് ദർ ഒരു ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനാണ് വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ചത് എന്ന വസ്തുത അംഗീകരിക്കാൻ നേരത്തെ പാക് പ്രധാനമന്ത്രിയും സൈനിക നേതാക്കളും തയ്യാറായിരുന്നില്ല. ഇന്ത്യയിൽ പാകിസ്ഥാൻ കനത്ത നാശമുണ്ടാക്കി എന്നായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ ഇന്ത്യൻ തിരിച്ചടിയിൽ നടുങ്ങിയ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈന്യവും നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറിന്റെ വെളിപ്പെടുത്തൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടിയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും 2 വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. ഈ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി സഹായം തേടി യുഎസിനെയും സൗദി അറേബ്യയെയും സമീപിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ PAF ബേസ് റഫീഖി എന്നറിയപ്പെടുന്ന ഷോർട്ട്കോട്ട് വ്യോമതാവളവും ഇന്ത്യ ആക്രമിച്ചുവെന്നും അദ്ദേഹം സമ്മതിച്ചു. പുലർച്ചെ 2:30 ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. നൂർഖാൻ വ്യോമതാവളവും ഷോർട്ട്കോട്ട് വ്യോമതാവളവും അവർ ആക്രമിച്ചു. 45 മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ എന്നെ വിളിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ച് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നെ തിരികെ വിളിച്ചു. S ജയശങ്കറുമായി സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചുവെന്ന് പറഞ്ഞു. ഇതാണ് ദർ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യോമതാവളങ്ങൾക്ക് നേരെയുണ്ടായ ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാന് അപ്രതീക്ഷിതമായിരുന്നു. ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതിനിടെ മെയ് 6-നും 7-നും നൂർഖാനും ഷോർക്കത്തും ഇന്ത്യ ആക്രമിച്ചു. അപ്രതീക്ഷിതമായിരുന്നു ഇന്ത്യൻ ആക്രമണമെന്നും ധർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. 26 പേർക്കാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പിന്നാലെ നിയന്ത്രണ രേഖ മറികടന്ന് നിരവധി ഭീകരവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്തിരുന്നു. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചയിലൂടെ വെടിനിർത്തലിന് ധാരണയിൽ എത്തുകയായിരുന്നു. അതേസമയം ആണവ യുദ്ധമായി മാറുമായിരുന്ന സൈനിക സംഘർഷം അവസാനിപ്പിച്ചത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിടുക്കരായ 2 നേതാക്കൾ ചേർന്നാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണ് എന്ന വാദം അദ്ദേഹം ഇന്നലെ ഉയർത്തിയതുമില്ല. പാക് സൈനിക മേധാവി അസിം മുനീറിന് നൽകിയ ഉച്ചവിരുന്നിന് പിന്നാലെയാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത്. മുനീറുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചത് ബഹുമതിയായി കാണുന്നുവെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നതിലും യുദ്ധം അവസാനിപ്പിച്ചതിലും നന്ദി പറയാൻ വേണ്ടിയാണ് അസിം മുനീറിനെ ക്ഷണിച്ചത്. ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പിടാനും പാകിസ്ഥാനുമായി വ്യാപാര കരാർ രൂപീകരിക്കാനുമുള്ള ശ്രമത്തിലാണ് എന്നും ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു.